എപ്പിക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം അങ്ങോട്ടാ ആറാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയല്ലേ? ആറാട്ടുകടവല്ലല്ലോ, ആമയാറ്. ആറാട്ടുകടവിലേക്ക് പോകുന്ന വഴി ആമയാറിലാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ആമയാറിലാണ്. വലിയ വിനായകന്റെ പ്രതിമയുണ്ട്. നമ്മുടെ ബാക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾ ഈ വഴിയാണ് പോകുന്നതെങ്കിൽ, അതായത് കുമ്പളിയിൽ നിന്ന് തേക്കടിക്ക് പോവുകയാണെങ്കിൽ, കുറെ കട്ടപ്പനയിൽ കുമ്പളിക്കോ അല്ലെങ്കിൽ തേക്കടിക്കോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി കടന്നു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രതിമയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് വൈബ് അടിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അപ്പം കണ്ടു നോക്കും. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഭാഗമായി കാണിക്കവഞ്ചിയോട് ചേർന്നാണ് റോഡരികിൽ ഈ ഗണപതി ശില്പം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗണപതി ശില്പമാണിത്. 38 അടി ഉയരമാണ് ഈ ശില്പത്തിനുള്ളത്. സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം. തേക്കടിയിൽ നിന്നും മൂന്നാർ പോകുന്ന വഴിക്ക് ഈ ഒരു ഗണപതി ശില്പം നമുക്ക് കാണാൻ സാധിക്കും. എന്ത് മനോഹരമായിട്ടല്ലേ ആ ഗണപതി ശില്പത്തിൻ്റെ നിർമ്മാണമൊക്കെ. അപ്പോൾ നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് വലിയ ഗണപതിയുടെ പ്രതിമയുടെ മുമ്പിലാണ്, വിനായകൻ്റെ പ്രതിമയുടെ മുമ്പിലാണ്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ, ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമേ ഈ പോകുന്നതിന് വണ്ടി നിർത്താതെ പോകുന്നുള്ളൂ. പുതിയതായിട്ട് ആര് വന്നാലും കണ്ടിട്ടേ പോവുള്ളൂ, വണ്ടി നിർത്തിയിട്ടേ പോവുള്ളൂ. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രതിമ കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇതുവഴി കട്ടപ്പനയിൽ നിന്ന് കുമളിക്ക് പോകുന്ന റൂട്ടിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിയിട്ട് പോകാവുന്നതാണ്. ആമയാറാണ് ഈ സ്ഥലം. സോ അടിപൊളിയാണ്, നൈസാണ്, വൈബാണ് ഗൈസ്. ഈ ഗണപതിയുടെ ശില്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. ഒരു പ്രത്യേകതരം ഒരു ആകർഷണം തന്നെയുണ്ട് ഇവിടെ. ഞങ്ങൾ കുറേ സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നെ യാത്ര തിരിച്ചത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.